എല്ലാവർക്കും നമസ്കാരം. വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മുനമ്പം വഖഫ് നമ്മൾ ഒരുപാട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത വിഷയമാണ്. നമുക്കറിയാം വഖഫുമായി ബന്ധപ്പെട്ട് അതിനെ ന്യായീകരിക്കുന്ന ഒരു പക്ഷമുണ്ട്. വഖഫ് അങ്ങനെ തന്നെ തുടരണം എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്. അതേസമയം തന്നെ ബില്ലിൽ ഭേദഗതി വേണം എന്ന് വിചാരിക്കുന്ന ഒരു പക്ഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ മുൻവിധി പറയുകയല്ല, എന്നാൽ പോലും ഭേദഗതി വേണം എന്ന് വിചാരിക്കുന്ന ഒരു പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് മനസ്സിലാവേണ്ടത്, നമുക്കറിയാം 95-ലാണ് വഖഫ് നിയമം നടപ്പിലാക്കിയത്. ഒരു രാഷ്ട്രം ബഹുസ്വരതയുള്ള ഒരു രാഷ്ട്രമാണ്, വിവിധ മതങ്ങളുള്ള ഒരു രാഷ്ട്രമാണ്. എന്താണ് ഈ ഭേദഗതി ബില്ല് നടപ്പിലാക്കേണ്ടതിന്റെ പ്രസക്തി? എന്തുകൊണ്ട് ഇത് ചെയ്യണം? മനുജ, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് ഒരു അപ്പർ ഹാൻഡ് ഏതെങ്കിലും ഒരു സോഷ്യൽ വിഷയത്തിൽ കിട്ടുന്ന രീതിയിലത്തേക്കുള്ള നിയമസംഹിത അല്ല ഉള്ളത്. നമ്മുടെ ഇതൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും സാമൂഹ്യ നീതി, തുല്യത തുടങ്ങിയ കുറേയധികം അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായിട്ട് തന്നെ നമ്മളെ ഭരണഘടന നൽകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഒരേ രീതി, യാതൊരു വിധത്തിലുള്ള ഡിസ്പാരിറ്റിയും ഇല്ല. ഒരാൾക്ക് ഒരു മേൽക്കൈ കിട്ടുന്ന രീതിയിലത്തേക്കുള്ള നിയമനിർമ്മാണങ്ങൾ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ തന്നെ, അതിൻ്റെ പ്രിയാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും വളരെ വിചിത്രമായിട്ടാണ് ഈ 95-ൽ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന, ആദ്യം പാസ്സാക്കിയിരിക്കുന്ന വഖഫ് നിയമങ്ങൾ വരുന്നത്. കാരണം അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു മതവിഭാഗത്തിന് അവർക്കൊരു മേൽക്കൈ മറ്റുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടിയിലും കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് ആണ് നമ്മളതിൽ കാണുന്നത്. അപ്പം സാങ്കേതികമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വഖഫ് പെർമനന്റ് ആണ്. അപ്പോൾ ഒരിക്കൽ വഖഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാലവും വഖഫ് എന്നാണ് ഏതൊരു പ്രോപ്പർട്ടിയെ സംബന്ധിച്ചും ഈ നിയമം നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് ആർക്ക് വഖഫ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്, എനി പേഴ്സൺ എന്നാണ് പറയുന്നത്. അപ്പോൾ എനി പേഴ്സൺ എന്ന് പറയുമ്പോൾ അയാൾ മുസ്ലിം ആയിരിക്കണം എന്ന് നിർബന്ധം പറയുന്നില്ല. പെർമനന്റ് ഡെഡിക്കേഷൻ ബൈ എനി പേഴ്സൺ എന്നാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും അത് ചെയ്യാം. ഏത് മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആകാം, ഇമ്മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആകാം. അത് ഏത് പർപ്പസിനാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ആ പർപ്പസ് പറയുന്ന സമയത്ത് അത് മുസ്ലിം നിയമപ്രകാരമുള്ള ആരാധനയുടെ ഭാഗമായിട്ടുള്ള, മതപരമായിട്ടുള്ള, ചാരിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനായിരിക്കണം. അപ്പോൾ എനി പേഴ്സൺ എന്ന് പറഞ്ഞാൽ പോലും അത് മുസ്ലിം നിയമപ്രകാരമാണ് എങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ ആർക്കാണ് ആപ്ലിക്കബിൾ ആകുന്നത്? അത് ആപ്ലിക്കബിൾ ആകുന്നത് മുസ്ലിങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അവിടെ എനി പേഴ്സൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഈ മതവിധേയമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടുന്നത് മുസ്ലിങ്ങളാണ് എന്ന് നമുക്കൊരു പ്ലെയിൻ റീഡിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ആര് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് രേഖയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ ഇത് വഖഫാണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രൊവിഷൻ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന, വിമർശിക്കപ്പെട്ടിരിക്കുന്ന സെക്ഷൻ 40. അപ്പോൾ സെക്ഷൻ 40 പറയുന്നതനുസരിച്ച് വഖഫ് ബോർഡിന് അനിയന്ത്രിതമായിട്ടുള്ള അമിത സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രൊവിഷനാണ് അതിൽ വന്നിരിക്കുന്നത്. കാരണം ഇഫ് ദേ ഹാവ് എ റീസൺ ടു ബിലീവ്, നിങ്ങൾക്കത് വഖഫായിട്ട് ക്ലെയിം ചെയ്യാം. അല്ലാതെ നിങ്ങൾക്കതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട് എന്നുള്ളതല്ല. നിങ്ങളുടേതാണ് എങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം എന്ന് പറയുന്നത് പോലെയല്ല. ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് യുവർ പ്രോപ്പർട്ടി, യു ക്യാൻ ക്ലെയിം ഇറ്റ്. ആ റീസൺ ടു ബിലീവ് എന്ന് പറയുന്നത് ആരെയാണ് ബോധ്യപ്പെടുത്തുക? ആരെയും പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട. പകരം നമ്മൾ പോയിട്ട് വഖഫ് ബോർഡ് പറയുകയാണ്, ഐ ഹാവ് എ റീസൺ ടു ബിലീവ് ദാറ്റ് യുവർ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ദ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ബീങ് ഹെൽഡ് ബൈ ദിസ് പർട്ടിക്കുലർ ട്രസ്റ്റ് ഓർ ദിസ് സൊസൈറ്റി ഓർ ദിസ് പേഴ്സൺ, അത് ഞങ്ങളുടേതാണ്, അത് പണ്ട് വഖഫ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് അത് അങ്ങനെ കൺസിഡർ ചെയ്യരുത്, അതിനിന്നതാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് രേഖകളും കാര്യങ്ങളും കൊണ്ടുവരേണ്ടത് അവരാണ്. ഇപ്പം ഞാനും മനുജയും തമ്മിൽ ഒരു ഭൂമി തർക്കമുണ്ടെങ്കിൽ ഞാനൊരു അപ്പർ ഹാൻഡ് എനിക്ക് കിട്ടുന്ന ഒരു അവസ്ഥയില്ല, മനുജയ്ക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന ഒരു ക്ലോസ് നമ്മുടെ നിയമത്തിലില്ല. പകരം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇതിൻ്റെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് സംവിധാനം ലീഗലി എന്താണ്? കോടതി എങ്കിൽ കോടതി, മറ്റാരെങ്കിലും എങ്കിൽ അവരിൽ മുന്നിലേക്ക് പോയതിനു ശേഷം നമ്മൾ നമ്മുടെ രണ്ടുപേരുടെയും രേഖകൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വഖഫിന്റെ ഒരു ട്രിബ്യൂണൽ വരികയാണ്. വഖഫിന്റെ ട്രിബ്യൂണലിലേക്ക് വഖഫ് ആരുടെ പ്രോപ്പർട്ടിയാണോ ക്ലെയിം ചെയ്തിരിക്കുന്നത് അവര് എന്തുകൊണ്ട് ഇത് വഖഫ് അല്ല എന്ന് സ്ഥാപിക്കാനായിട്ട് പോകണം. ഈ മുനമ്പത്തെയൊക്കെ ഇഷ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. കാരണം നോർമലി വഖഫിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും എൻക്രോച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കണമെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. കാരണം നമ്മുടെ നാട്ടിലുള്ള ഭരണഘടന അനുസരിച്ച് തന്നെ ഏതൊരു മതസ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെയുള്ള അവകാശമുണ്ട്. ഇപ്പോൾ മുസ്ലിം ബോർഡ് അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടിയാണ് വഖഫ് പ്രോപ്പർട്ടി എങ്കിൽ അതിൽ അനധികൃതമായിട്ട് ആരെങ്കിലും കയ്യേറി അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ, അതിനെ കൈവശം വെക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിപ്പിക്കണം. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ മുനമ്പത്തെ വിഷയം അങ്ങനെയാണോ? മുനമ്പത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ പണം കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ഭൂമിയാണ്.
ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് സർക്കാർ എത്രയാണോ അവരോട് നികുതി ആവശ്യപ്പെടുന്നത്, ആ നികുതി അവർ ലാൻഡ് ടാക്സ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രോപ്പർട്ടി നാളെ വഖഫാണ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവരുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിയ ഗവൺമെന്റിന് ഉത്തരവാദിത്തമില്ലേ? എന്തിന്റെ പേരിലാണ് പിന്നീട് ഗവൺമെന്റ് ഇവരുടെ കയ്യിൽ നിന്ന് നികുതി വാങ്ങിയത് എന്നൊരു ചോദ്യമുണ്ട്. ആരുടെ കയ്യിൽ നിന്നാണ് ഇവർ ഈ പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത്? ഇത് വഖഫ് ചെയ്യുന്ന സമയത്ത് ഇത് നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരാളിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭൂമി ആയിരുന്നോ, അതോ അവർ ലീസിന് കിട്ടിയതുപോലെയുള്ള, ദാനം കിട്ടിയതുപോലെയുള്ള അവരുടെ ഒരു ഭൂമി ആയിരുന്നോ? ഇങ്ങനെയുള്ള കുറേ അധികം ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വലിയ സങ്കീർണമായിട്ടുള്ള ഒരു നിയമപ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ഏതൊരാളിനും രണ്ട് കാര്യങ്ങൾ ഇതിൽ ഉറപ്പിച്ചു പറയാം. ഒന്ന്, വഖഫ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് അതിൽ സ്വീകരിക്കുന്നത് പല പ്രൊവിഷനും. അതുകൊണ്ട് തന്നെ അതിൽ പലതിനെയും ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. രണ്ട്, മുനമ്പത്ത് മനുഷ്യസ്നേഹികളായിട്ടുള്ള, മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രതിഷേധിക്കുന്ന ആൾക്കാർക്ക് ഒപ്പം നിൽക്കുക എന്നുള്ള ഒരു നിലപാട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള സംഘടനകളുടെ പൊള്ളത്തരം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പൗരത്വ ഭേദഗതി നിയമം ഇവിടെ വന്നിരുന്ന സമയത്ത് BJP ഒഴികെയുള്ള കക്ഷികളുടെ നിലപാട് എന്തായിരുന്നു? ഇത് ഇവിടെ നിന്ന് ആൾക്കാരെ ഡിസ്പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്നൊരു ദിവസം രാത്രി മോദിയുടെ ആമിനിയും സുറുമിയും ഒക്കെ നാളെ മുതൽ ഈ നാട്ടിലല്ലാത്തവരായി മാറും നിങ്ങളുടെ വീട്ടിലേക്ക് രാത്രി മോദിയുടെ പോലീസും പട്ടാളവും കയറി വന്നതിന് ശേഷം നിങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറയും. അപ്പൊ നിങ്ങളുടെ രേഖകൾ കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ തുടരാൻ പറ്റൂ. അതെങ്ങനെയാ? നിങ്ങളുടെ അല്ല, നിങ്ങളുടെ ഉപ്പൂപ്പയുടെ ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നോക്കൂ, മുനമ്പത്തുള്ള ആൾക്കാർ കുടിയിറക്കൽ ഭീഷണിയിലാണ്. അത് വഖഫ് പ്രോപ്പർട്ടി ആണ് എങ്കിൽ, അത് വൺസ് വഖഫ് ഓൾവേസ് വഖഫ് ആണ് എങ്കിൽ അവരവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഡിസ്പ്ലേസ്ഡ് ആകുന്ന അവസ്ഥ. ആ ഡിസ്പ്ലേസ്ഡ് ആകുന്ന അവസ്ഥയിൽ CAA വരുന്ന സമയത്ത് ഇവർ പറഞ്ഞു ഉപ്പൂപ്പന്റെ കൂടെ രേഖകൾ കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. ഇത് എത്ര ഉപ്പൂപ്പന്റെ രേഖ ഉണ്ടെങ്കിലും കൊടുത്താൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ കയ്യിൽ ഇപ്പം ഉപ്പൂപ്പയുടെ രേഖ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ഇവരുടെ കയ്യിൽ രേഖയുണ്ട്. പക്ഷെ ആ രേഖ ഉണ്ടായിട്ട് പോലും അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന രീതിയിലേക്കുള്ള അവസ്ഥ വന്നാൽ CAA എതിർത്തിരുന്ന ആൾക്കാർ പറഞ്ഞിരുന്ന വിഷയത്തിലെ ആത്മാർത്ഥത, ഇവിടെയുള്ള ആൾക്കാരോടുള്ള ആത്മാർത്ഥത എന്ന് പറയുന്നത് എവിടെ പോയി? അപ്പൊ ഇതൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മൈലേജിന് വേണ്ടി ഉപയോഗിക്കുന്ന വാദങ്ങൾ, ആൾക്കാരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം പറയുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മുനമ്പത്തുള്ള ജനങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആണ്. ഇപ്പം LDF ആണെങ്കിലും UDF ആണെങ്കിലും നമ്മുടെ നിയമസഭയ്ക്കുള്ളിൽ ഇതിനെതിരെ സംയുക്തമായിട്ടുള്ള പ്രമേയമൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലിനെതിരെയൊക്കെ തന്നെ പറയുന്നുണ്ട് എങ്കിലും പിന്നീട് കളം മാറി എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. കളം മാറി എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവിടെ പോയിട്ട് പിന്നീട് ഈ നേതാക്കന്മാരെല്ലാം യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ, ഉളുപ്പെന്ന വാക്ക ഉപയോഗിക്കേണ്ടത്, യാതൊരു വിധത്തിലുള്ള സങ്കോചവും കൂടാതെ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. നോക്കൂ, മുസ്ലിം ലീഗിന്റെ നിലപാടാണ് ഇതിൽ ഏറ്റവും തമാശയുള്ള നിലപാട്. അതായത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് UDFിലെ പ്രധാനപ്പെട്ട നേതാവ് VD സതീശൻ പറയുകയാണ്. അപ്പൊ കോൺഗ്രസിന്റെ പൊസിഷൻ അതാണ്, മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല. പക്ഷെ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണെന്ന് നോക്കൂ. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നാരും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? എന്ന് വെച്ചാൽ അത് വഖഫ് ഭൂമിയാണ് എന്ന്. പക്ഷെ അവിടെ നിന്ന് ആൾക്കാരെ കുടിയിറക്കരുത് എന്ന് വെച്ചാൽ അതിന് അർത്ഥം എന്താ? പെർമനന്റ് ആയിട്ടുള്ള റെസിഡൻഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. അതായത് നിങ്ങൾ റെന്റ് നൽകണ്ട, പക്ഷെ ഇത് നിങ്ങൾ റെന്റായിട്ട് കഴിയുന്നത് പോലെ എന്നാണ്. നമുക്ക് എന്തിനാണ് മനുജ ഭൂമി? നമുക്ക് താമസിക്കാനാവാം, നമുക്ക് അത് ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ പർപ്പസിന്, അതെ, നമുക്കൊരു അത്യാവശ്യം വസ്തുവാണല്ലോ, അതൊരു പ്രോപ്പർട്ടി, അതിനൊരു മണി മാറ്റർ കൂടെ ഉണ്ടല്ലോ അതിനകത്ത്. കറക്റ്റ്. നമ്മൾ അതിനെ ഈട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു വായ്പ എടുക്കാം, നമുക്കിതിനെ ക്രയവിക്രയം നടത്തിയതിനു ശേഷം പെട്ടെന്ന് കുറച്ച് പണം വേണമെങ്കിൽ കണ്ടെത്താം. ഇത് വിദ്യാഭ്യാസത്തിനോ ചികിത്സയ്ക്കോ വിവാഹത്തിനോ ഒക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ആ രീതിയിലത്തേക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ ഉപയോഗിക്കാതെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വീടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാലത്തേക്കും അവിടെ താമസിച്ചോ എന്ന് പറയുന്നത് ഒരു നിലപാടേ അല്ല. അവിടെ നമ്മുടെ ഭൂമിയിൽ നമുക്ക് എന്താണോ അവകാശം, അതേ അവകാശം മുനമ്പത്തുള്ള ആൾക്കാർക്ക് അവരുടെ ഭൂമിയിൽ കിട്ടണം. അതിനെതിരെ നിൽക്കുന്ന ഏതൊരു നിയമവും അത് നിശ്ചയമായിട്ടും അത് നമ്മുടെ ഇന്നത്തെ നാട്ടിൽ ഒരു പുരോഗമന ജനാധിപത്യ മതേതര സംവിധാനത്തിന് യോജ്യമല്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ വഖഫ് ബില്ലെന്ന് പറയുന്ന അതിന്റെ ഈ പ്രോപ്പർട്ടി എങ്ങനെ അക്വയർ ചെയ്യാം എന്ന് പറയുന്ന ഭാഗത്തിനെ കംപ്ലീറ്റ് ആയിട്ട് റദ്ദ് ചെയ്യേണ്ടതാണ്. അതിലേക്ക് കേന്ദ്ര സർക്കാർ പോയിട്ടില്ല. പക്ഷേ കുറേയധികം ഭേദഗതികൾ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഹൈലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസിനെയൊക്കെ തന്നെ ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അത് അങ്ങേയറ്റം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് BJP രാഷ്ട്രീയത്തിനെ എൻഡോഴ്സ് ചെയ്യുന്നു എന്നൊന്നും പറയേണ്ടുന്ന കാര്യമില്ല. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്, അതിന്റെ ആശ്വാസം കിട്ടുന്നത് ആർക്കാണ് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. കാരണം
നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നിയമം അമെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ മൈനോറിറ്റി മിനിസ്ട്രി കേന്ദ്രത്തിൽ അവർ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ആ ഡീറ്റെയിൽസ് അവർ PIB തന്നെ അത് ഡീറ്റെയിൽസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ അവർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കംപ്ലൈന്റുകൾ വന്നിട്ടുണ്ട്. ആ കംപ്ലൈന്റുകൾ വന്നിരിക്കുന്നത് കേവലം ഹിന്ദുക്കളിൽ നിന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികളിൽ നിന്ന് മാത്രമല്ല, മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഇതേപോലെ എവിക്ഷൻ നോട്ടീസ് എന്ന രീതിയിലത്തേക്ക് അവകാശം സ്ഥാപിക്കാനായിട്ടുള്ള നോട്ടീസ് കൊടുക്കുന്ന സമയത്ത് ഇവിടുത്തെയുള്ള മുസ്ലിം കുടുംബങ്ങൾക്ക് അതുണ്ട്. അപ്പൊ ഇത് ഒരു മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് മൊത്തത്തിൽ എതിരായിട്ടുള്ള ഒരു സംവിധാനമാണ്, അതല്ലാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ആ ബില്ല് അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നതിന് സെക്യുലറാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന് അപ്പർ ഹാൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല, എല്ലാവർക്കും തുല്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ആർട്ടിക്കിൾ 40, അതായത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് അതിൽ ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത് ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് ആർട്ടിക്കിൾ 40 ആണ് അടിസ്ഥാനപരമായ പ്രശ്നം. അവർക്ക് തോന്നിയാൽ ഏത് പ്രോപ്പർട്ടിയും കൈവശം വെക്കാം. അതൊരു സർക്കാരിന്റെ കെട്ടിടമായിക്കൊള്ളട്ടെ, സ്കൂൾ ആയിക്കൊള്ളട്ടെ, മറ്റൊരു അന്യ മതസ്ഥന്റെ പ്രോപ്പർട്ടി ആയിക്കൊള്ളട്ടെ, അത് മുസ്ലിംസിന് തന്നെ ആയിക്കോട്ടെ. എനിക്ക് ഉത്തർപ്രദേശിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ തരത്തിലുള്ള പ്രതിസന്ധികളും ധാരാളമായി കേസുകൾ വരുന്ന ഘട്ടത്തിലാണ് ഈ ബില്ല് ഒരു അമെന്റ്മെന്റ് ഇതിനകത്ത് വേണം എന്ന് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം നമ്മളൊരു രാഷ്ട്രത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്ക് നമ്മുടെ ഭരണഘടനയാണ്. ഈ ഭരണഘടനയ്ക്ക് മുകളിലാണ് സത്യത്തിൽ ഈ പറഞ്ഞ വഖഫ് ബില്ല് അല്ലെങ്കിൽ വഖഫിന്റെ നിയമം എന്ന് പറയുന്നത്, 95 നിയമം എന്ന് പറയുന്നത്. ഭരണഘടനയ്ക്ക് അതീതമാവുന്ന ഒരു കാര്യത്തിനെ നമുക്ക് അംഗീകരിക്കാനാവില്ല. ശ്രീത്ത് അതിനെ ബന്ധപ്പെട്ട ഒരു വാചകം പറഞ്ഞു. എനിക്ക് അതിൽ കുറച്ചുകൂടി ശ്രീത്തിന്റെ ക്ലാരിറ്റി വേണ്ടതുണ്ട്. ഒരു ഭരണഘടനയല്ലേ ഏറ്റവും അവസാനമായി വാക്കായി നിൽക്കേണ്ടത്? കാര്യം ജുഡീഷ്യറിക്ക് പോലും അപ്പീൽ അധികാരങ്ങൾ പോലും ഇല്ല. അതായത് എനിക്ക് ഇപ്പോ വഖഫിൽ ഒരു നോട്ടീസ് വരുന്നു, ഞാനിപ്പോ ഇരിക്കുന്ന സമയത്തായിരിക്കും വരുന്നത്. അവർക്ക് തോന്നിയാൽ മതി. ഞാനതിന് ആരെയാണ് പോയി കാണേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. അല്ല, നിശ്ചയമായും നമ്മുടെ നാട്ടിൽ ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ട്. എനിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ അതൊരു സിവിൽ തർക്കമാണെങ്കിൽ എനിക്ക് സിവിൽ കോടതികളിലേക്ക് പോകാം. ചില നിയമങ്ങളിൽ ഈ ബാർ ഓഫ് സിവിൽ കോർട്ടൊക്കെ തന്നെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വഖഫ് ട്രിബ്യൂണലിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അത് ഏത് രീതിയിലത്തേക്കാണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്, അവരെടുക്കുന്ന തീരുമാനം ആർക്ക് അനുകൂലമാകാനുള്ള സാധ്യതയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഇതിൽ വളരെ പ്രസക്തമാണ്. അപ്പോൾ വഖഫ് ബോർഡിന് വഖഫ് തീരുമാനങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ മാത്രം ബാധകമായിട്ടുള്ള കാര്യമല്ല, ആ കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ ആ ബോർഡിനോട് നിരന്തരം ഈ വിഷയങ്ങളിൽ പലപ്പോഴും ലിറ്റിഗേഷനുമായി നടക്കേണ്ടുന്ന ഒരു കഷ്ടപ്പാടുണ്ടാകുന്നത് മറ്റുള്ള മതക്കാർക്ക് കൂടിയാണ്. അപ്പോൾ അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മറ്റ് ഇതര മതവിഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ള ഒരു അപ്രമാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭരണഘടന പറയുന്നത് തുല്യതയാണ്, ഭരണഘടന പറയുന്നത് നമുക്ക് ഈക്വൽ ജസ്റ്റിസ് ആണ്. ആ ഈക്വൽ ജസ്റ്റിസ് അല്ലെങ്കിൽ തുല്യത എന്ന് പറയുന്ന കാര്യത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത് ചെയ്യുന്നത് എന്താണ്, ബോർഡിന് തോന്നുകയാണ് ഈ പ്രോപ്പർട്ടി വഖഫാണ് എന്ന്. ഇഫ് ദേ ഹാവ് എ റീസൺ ടു ബിലീവ്, ഇവർ ചെയ്യുന്നത് ഇവരൊരു എൻക്വയറി നടത്തും. ഈ എൻക്വയറി നടത്തിയതിനു ശേഷം ആ റീസൺ ടു ബിലീവ് എന്ന് പറയുന്നത് സോളിഡിഫൈ ചെയ്താൽ, അതായത് പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ഒന്നും വേണമെന്നല്ല, ആ തീരുമാനം ഈ പ്രോപ്പർട്ടി വഖഫാണ് എന്നവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ എൻക്വയറിക്ക് ശേഷം ഈ ബോർഡ് ചെയ്യുന്നത് അവർ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രം മതി. അതല്ലാതെ ഇതൊരു വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് അവർക്ക് തോന്നിയാൽ മതി കേട്ടോ, അപ്പോഴും, അല്ലാതെ രേഖകളൊന്നും വെച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് കൈവശം വെച്ചിരിക്കുന്നത്? ഒരു വ്യക്തിയാകാം, ട്രസ്റ്റ് ആകാം, സൊസൈറ്റി ആകാം. അവരെ ഇവർ സമൺ ചെയ്യുകയാണ്. സമൺ ചെയ്തതിന് ശേഷം അവരോട് പറയുകയാണ്, നിങ്ങളിത് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഏകാധിപത്യ രാജ്യങ്ങളിൽ പോലും ഒരുപക്ഷെ ഇങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ മൈനോറിറ്റി കാര്യ മന്ത്രാലയം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, പല രാജ്യങ്ങളിലും, പല ഇസ്ലാം ഭൂരിപക്ഷ മുസ്ലിം രാജ്യങ്ങളിലും, കോൺസ്റ്റിറ്റ്യൂഷണലി ഇസ്ലാമിക് ആയിട്ടുള്ള രാജ്യങ്ങളിലും ഈ രീതിയിലത്തേക്കുള്ള ഒരു വഖഫ് നിയമം ഇല്ല. ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിയന്ത്രണ അധികാരമുള്ള ഒരു വഖഫ് നിയമമില്ല. അപ്പോഴാണ് വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമം ഈ കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്നു. ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിയെ സർവൈവ് ചെയ്ത് അതിങ്ങനെ പോയി എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പറയുന്നത് എന്താ, നിങ്ങളിത് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരൂ, അതല്ല എങ്കിൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ ബോധിപ്പിക്കണം. അപ്പോൾ അത് ബോധിപ്പിക്കാൻ ഇവരുടെ കയ്യിലുള്ള എന്താ, ഇപ്പം മുൻപത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫറൂഖ് കോളേജിൻ്റെ കയ്യിലാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പണം കൊടുത്തതായി ഇത് വാങ്ങിയിരിക്കുകയാണ്, ഇത് ഞങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നിരിക്കുകയാണ്, ഞങ്ങൾ കരമടയ്ക്കുന്നുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാലും അവർ തൃപ്തിയല്ല, അവർക്ക് തൃപ്തിയല്ല എങ്കിൽ പിന്നീട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത്തരം ഡോക്യുമെന്റുകളാണല്ലോ. നമ്മുടെ ഈ ഭൂമിയിൽ നമുക്ക് അധികാരമുണ്ട് എന്നതിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ പേരിൽ ഈ ഭൂമി ഉണ്ട് എന്ന് കാണിക്കാനുള്ള ഡോക്യുമെന്റുകളാണ് നമ്മൾ കൊടുക്കുക. പിന്നീട് കരമടച്ച രസീത് കൊടുക്കുക. കരമടച്ച രസീത് എന്ന് പറയുമ്പോൾ ഞാൻ ലാൻഡ് ടാക്സ് അടയ്ക്കുന്നത് എൻ്റെ പ്രോപ്പർട്ടിക്ക് അല്ലാതെ വേറെ പ്രോപ്പർട്ടിക്ക് ലാൻഡ് ടാക്സ് അടയ്ക്കാൻ പറ്റുമോ?
അപ്പൊ ഉം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്റേതാണ് എന്ന് സർക്കാർ കൂടി എൻഡോഴ്സ് ചെയ്യുകയല്ലേ. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ സർക്കാരിന് നികുതി പണം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി ഇവരതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പിന്നീട് എനിക്കുള്ള നടപടി എന്താണ്? ഞാൻ സിവിൽ കോടതിയിലേക്കല്ല പോകുന്നത്. പിന്നെ ഞാൻ ഇതിനെ അപ്പലേറ്റ് ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഹൈക്കോടതിയിലേക്ക് പോകണം, ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോകണം. ഇതൊക്കെ എത്ര ഭാരിച്ച ചെലവാണ് എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് നോക്കുക. നമ്മുടെ ഉം. നാട്ടിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒക്കെ തന്നെ ബിയോണ്ട് ദെയർ ബൗണ്ട്സ് ആണ്. അതെ. നിശ്ചയമായും ഔട്ട് ഓഫ് ബൗണ്ട്സ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു സൊസൈറ്റി കുറേ അധികം ആൾക്കാർ ഒന്നിച്ചത് ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഉം. രാഷ്ട്രീയമായിട്ടും മറ്റ് പബ്ലിക്കിൻ്റെയും ഒക്കെ തന്നെ സപ്പോർട്ട് അവർക്കുണ്ട് എങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പോംവഴിയുള്ളത്. അപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ട് ആരാണ് ഉണ്ടാകേണ്ടത്? രാഷ്ട്രീയ നേതാക്കളാണ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഒക്കെ തന്നെ ഒരേ പക്ഷത്ത് നിൽക്കുമ്പോൾ ജനപക്ഷത്ത് ആരും ഇല്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതിയാണ്. നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. ഏത് നിയമമാണെങ്കിലും അത് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് ഈ പറയുന്ന കാര്യങ്ങളെ പരിഗണിക്കാതെ ചെയ്യാൻ പറ്റില്ല. ഇതിൽ എവിടെയാണ് പബ്ലിക് ഓർഡർ എന്ന കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ നോക്കുന്നത് ഇങ്ങനെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ കൊടുക്കുന്ന ഒരു നിയമം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വലിയ പ്രോപ്പർട്ടികളൊക്കെ തന്നെ ഇവർ പിന്നെ ഇങ്ങനെ ആർജിച്ചെടുക്കുകയും അതിൻ്റെ പേരിൽ ക്ലെയിം ചെയ്യുകയും രാജ്യത്തെമ്പാടും ഇങ്ങനെയുള്ള കേസുകൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു പബ്ലിക് ഇഷ്യൂ ആണ് എന്നതിനെ പറ്റിയിട്ട് 30 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും കേന്ദ്ര സർക്കാരിന് ഒരു തിരിച്ചറിവുണ്ടാവുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ പല്ലും നഖവും എടുത്ത് കളയേണ്ടതാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് പുരോഗമനപരമായി ചിന്തിക്കുന്ന ജനാധിപത്യപരമായിട്ട് നമ്മുടെ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും അതിനെ പിന്തുണയ്ക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണഘടനയാണ് പരമം. ഭരണഘടനയ്ക്ക് മുകളിൽ അതിൽ പറയുന്ന നിയമങ്ങൾ അനുവദിക്കാത്ത രീതിയിലത്തേക്കുള്ള ഏകാധിപത്യപരമായിട്ടുള്ള ഒരു നിയമത്തിന് നമ്മുടെ നാട്ടിൽ നിലനിൽപ്പില്ല എന്നുള്ളത് പ്രസക്തവുമാണ്. തീർച്ചയായിട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ആർട്ടിക്കിൾ 26, അതായത് ഒരു വ്യക്തിക്ക് അവന്റെ മതത്തിൽ വിശ്വസിക്കാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശാധികാരങ്ങൾ കൊടുക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ, അതിന്റെ നേരെയുള്ള വയലേഷൻ ആണ് വഖഫ് ഭേദഗതി ബിൽ എന്നാണ് ഇവരുടെ ഒരു പക്ഷം. ഇത് എത്രത്തോളം ശരിയാണ് ഈ ആർഗ്യുമെന്റ്? ആർട്ടിക്കിൾ 26 പ്രധാനമായിട്ടും 25 മതവിശ്വാസം ഒക്കെ ഉം. പിന്തുടരാമെന്നാണെങ്കിൽ 26 പറയുന്നത് മതപരമായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഉം. ഓർഗനൈസേഷൻസിന് അവരുടെ മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യാൻ, പ്രോപ്പർട്ടി സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറയുന്നതിന് ഇതിനെല്ലാമുള്ള അവകാശമുണ്ട്. റിലീജിയസ് അഫയേഴ്സ് അവർക്ക് നോക്കാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യാം, അതേപോലെ തന്നെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എഗെയിൻ ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾക്ക് സബ്ജക്റ്റാണ്. ഒന്ന് പബ്ലിക് ഓർഡർ, മറ്റൊന്ന് മൊറാലിറ്റി, മറ്റൊന്ന് ഹെൽത്ത്. അപ്പോൾ ഈ കാര്യത്തിനെ മറികടന്നുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാനായിട്ട് അവർക്ക് സാധ്യമല്ല. ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അങ്ങനെയാണ് എങ്കിൽ വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിലെങ്ങനെയാണ് ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ പല കമ്പാരിസൺസ് വരുന്നുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചർച്ചിന്റെ എന്തെങ്കിലും ഒരു ബോഡി, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിലൊക്കെ സിഖ് തന്നെ മതത്തിന്റെ സിഖ് മതം, ഗുരുദ്വാരകളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗവേണൻസ്, ഇത്തരം കാര്യങ്ങളിലൊന്നും തന്നെ ഇതര മതസ്ഥരില്ലല്ലോ എന്നുള്ളത്. സത്യം എന്താണെന്ന് വെച്ചാൽ ഒരു അപ്രമാദിത്വം ഒരൊറ്റ മതസ്ഥാപനത്തിനും ബോർഡിനും കിട്ടുന്ന രീതിയിലത്തേക്കുള്ള മറ്റൊരു നിയമം നമ്മുടെ നാട്ടിലില്ല. വഖഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ വഖഫുമായിട്ട് ഏറ്റവും കൂടുതൽ ലഹളയിൽ നിൽക്കുന്നത് ഇതര സമുദായങ്ങളാണ്. അപ്പോൾ വഖഫിന് ഇങ്ങനെ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്, ഒരു ഫ്രീ ഹാൻഡ് ഉണ്ട്. അതുകൊണ്ട് ഏത് പ്രോപ്പർട്ടിയും ക്ലെയിം ചെയ്യാം എന്ന് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോ ലോങ്ങർ എ മുസ്ലിം ഇഷ്യൂ. അതിൽ പിന്നീട് മറ്റുള്ള ആൾക്കാരുമല്ല, ഇവർ നിരന്തരമായി ഇങ്ങനെ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റുള്ള ആൾക്കാരുടെ പക്ഷം കൂടി കേൾക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യമുണ്ട്. അതല്ല എങ്കിൽ ഇവർ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എവിടെയാണ് പോവുക? പിന്നെ നമ്മൾ അപ്പലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോകേണ്ടി വരുന്ന സാഹചര്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ട്രൈബ്യൂണലിൽ ഇരിക്കുന്നത് അവരുടെ മാത്രം ആവുന്നു. അവിടെ ഒരു വിവേചനാധികാരം വർക്ക് ചെയ്യില്ലല്ലോ. അവിടെ നിൽക്കുന്നവരുടെ എന്താ പറയാ, അവരുടെ മതസ്ഥരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ശരിയായ നിയമങ്ങളിൽ കൂടുതൽ ഗ്രാഹ്യമുള്ള മതപണ്ഡിതൻ, ഇവരൊക്കെയാണ് ഇരിക്കുന്നത്. അതെ. അപ്പൊ എത്ര കണ്ട് ഈ അന്യമതസ്ഥരുടെ ഈ ആവശ്യങ്ങൾ അവർ പരിഗണിക്കും എന്നതും പ്രശ്നമാവുമല്ലോ. നിശ്ചയമായും. കാരണം അവരെ മനസ്സിലാക്കണമെങ്കിൽ, അവരുടെ കൺസേൺസ് അറിയണമെങ്കിൽ, അവരെന്തുകൊണ്ടാണെന്ന് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങളോട് വരണം. ഞാൻ പറയുന്നത് ഇത് മതപരമായിട്ടുള്ള കാര്യങ്ങളെ അല്ലെങ്കിൽ ആചാരപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന ഒരു ബോഡി അല്ല വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ, വഖഫ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾക്ക്, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, പയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഈശ്വര വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഇതിപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതിന് സിമിലർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ദേവസ്വം എന്ന് പറഞ്ഞാൽ ദേവന്റെ സ്വത്തെന്നാണ്. പക്ഷെ ദേവസ്വം ബോർഡ് അല്ലല്ലോ ഏത് പൂജ ഏത് സമയത്ത് നടത്തണമെന്ന് തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുന്നത് തന്ത്രിയാണ്. ദേവസ്വം ബോർഡിന് ഞങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം, ദേവന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇനി മുതൽ വൈകുന്നേരത്തെ ദീപാരാധന രാവിലെ നടത്തിയാൽ മതി എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് തീരുമാനിക്കുന്നത് തന്ത്രിയാണ്.
അപ്പൊ ഈ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ മാനേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റുള്ള ആൾക്കാർക്കുള്ള സൗകര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യുക, ഇതാണ് ചെയ്യേണ്ടത്. സാങ്കേതികമായി അതിനുള്ള സ്ട്രക്ചർ ഒരുക്കി കൊടുക്കുക. നിശ്ചയമായും. അപ്പൊ എന്താണ് സംഭവിക്കുക? ഒരു ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്ന രീതിയിൽ നിന്ന് വഖഫ് ബോർഡിന് വ്യത്യാസം ഉണ്ടാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ദേവസ്വം ബോർഡിന് അവരുടേതായിട്ടുള്ള വസ്തുക്കൾ അവർ പണം കൊടുത്ത് വാങ്ങുന്നുണ്ട്, അവരവരുടെ പ്രോപ്പർട്ടികൾ അക്വയർ ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരിക്കലും ഏതെങ്കിലും ഒരു മതസ്ഥന്റെ അല്ലെങ്കിൽ ഇതര മതസ്ഥന്റെ പ്രോപ്പർട്ടിയിലേക്ക് പോയി ഒരു ട്രസ്റ്റിന്റെയോ ഇൻഡിവിജ്വലിന്റെയോ സൊസൈറ്റിയുടെയോ പ്രോപ്പർട്ടിയിലേക്ക് പോയിട്ട് ഇനി മുതൽ ഇത് ദേവസ്വം പ്രോപ്പർട്ടിയാണെന്ന് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവർ ക്ലെയിം ചെയ്യണമെങ്കിൽ അവർ കോടതിയിൽ പോകണം. കോടതിയിൽ പോയിട്ട് ഞാനും അനുജയും തമ്മിലുള്ള വസ്തുതർക്കം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതേ രീതിയിൽ അവർ പോവുകയാണ്. അവിടെ തുല്യനീതിയുണ്ട്. ദേവസ്വത്തിന്റെ ക്ലെയിമിന് സ്ഥാനമുണ്ട്, അപ്പുറത്ത് നിൽക്കുന്ന ആളിന്റെ ക്ലെയിമിന് സ്ഥാനമുണ്ട്. ഇതിൽ രണ്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡിസ്പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരു അതോറിറ്റിയാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത്. മറിച്ച് വഖഫിൽ അങ്ങനെയല്ല. വഖഫിൽ നിങ്ങളിപ്പോൾ മുനമ്പത്തുള്ള ആൾക്കാർ അവിടുത്തെ ഡീറ്റെയിൽസ് കൊണ്ട് വഖഫ് ട്രിബ്യൂണലിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ല, ഇത് സ്റ്റിൽ വഖഫാണ്, കാരണം അതിനൊക്കെ മുമ്പേ തന്നെ ഇത് വഖഫായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ പെട്ടുപോകും. അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു യൂണിലാറ്ററലായിട്ടുള്ള ഒരു, നേരത്തെ പറഞ്ഞതുപോലെ ഒരു അമിതാധികാരം വഖഫിന് കിട്ടുന്നുണ്ട്, അത് മറ്റൊരു സംഘടനയ്ക്കുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ മാറണം, മറ്റുള്ള ആൾക്കാരുടെ പ്രാതിനിധ്യവും അവിടെ ഉണ്ടാകണം. കാരണം അതല്ല എങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള ക്ലെയിമിന് അവർ പോകാൻ പാടില്ല. ഇനി അതല്ല, പൂർണ്ണമായിട്ടും ആ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഓൾട്ടർ ചെയ്യാനേ പോകുന്നില്ല, കാരണം എല്ലാ കാര്യങ്ങളും കോടതികളാണ് തീരുമാനിക്കേണ്ടത് എന്നൊരു പ്രൊവിഷൻ കൂടി വന്നാൽ യാതൊരു പ്രശ്നവുമില്ല. എങ്കിൽ പിന്നെ ദേവസ്വം ബോർഡ് പോലെയുള്ള അധികാരങ്ങളുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് മാറും. ഇവിടുത്തെ പ്രശ്നം, പക്ഷെ അവരതിനും സന്നദ്ധരല്ലോ. അല്ല, അവരത് സന്നദ്ധരല്ല, അവിടെയാണ് പ്രശ്നം. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഈ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത് മൈനോറിറ്റികൾ പിന്തള്ളപ്പെട്ട് പോകാൻ പാടില്ല, സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവരും ഉണ്ടാകണം എന്നതിന്റെ പേരിലാണ് നമ്മളിത് കൊടുക്കുന്നത്. പക്ഷേ ഈ മൈനോറിറ്റി റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു അപ്പർ ഹാൻഡിനുള്ള ഒരു പ്രിവിലേജ് ആണെന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരും സംഘടനകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു അമിതാധികാര പ്രവണത ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ പോലും, അതർവൈസ് സെക്യുലർ ആയിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന മുസ്ലിം ലീഗ് പോലും ഇങ്ങനെയുള്ള വിഷയം വരുന്ന സമയത്തൊക്കെ ഇല്ലത് വഖഫ് തന്നെയാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത്. വഖഫ് അല്ലെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യം അതാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ റിലിജിയന്റെ താല്പര്യം എന്താണോ അത് സംരക്ഷിക്കണം, സമസ്ത പെരുമാറുന്നത് എങ്ങനെയാണോ അത് തന്നെയാണ് മുസ്ലിം ലീഗും തീരുമാനിക്കേണ്ടത് നിലപാട് എന്ന രീതിയിലത്തേക്ക് ഇവർ വരികയാണ്. ഞാൻ പറയുന്നത് ഈ കൗൺസിൽ, വഖഫ് കൗൺസിലിനെയൊക്കെ തന്നെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിനകത്തുള്ള കേന്ദ്രമന്ത്രി ഉണ്ടാകാം, എം പിമാർ വരാം, മുസ്ലിം ഓർഗനൈസേഷൻസിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാകും, വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടാകും, മതപണ്ഡിതരുണ്ടാകും, കാരണം മുസ്ലിം ലോ അറിയേണ്ട, പേഴ്സണൽ ലോ അറിയേണ്ടുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിൽ തന്നെ ഇപ്പോൾ റിട്ടയർഡ് ആയിരുന്ന ജഡ്ജസിനെ ഉൾപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നാകാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നാകാം. പിന്നെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ ഇത് കേവലം മതപരമായിട്ടുള്ള ഒരു ആംഗിളിൽ മാത്രം എൻ്റെ കമ്മ്യൂണിറ്റി ഫസ്റ്റ് എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി സെക്യുലർ ആയിട്ടുള്ള ഒരു സമീപനം വസ്തു കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലോ, ക്ലെയിം ചെയ്യുന്ന കാര്യത്തിലോ, അല്ലെങ്കിൽ ആ ക്ലെയിമുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ കേൾക്കുന്ന കാര്യത്തിലോ ഉണ്ടാകണം എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇതര മതത്തിലുള്ള ആൾക്കാരും വന്നുപോയി കഴിഞ്ഞാൽ അത് ഇതിൻ്റെ സ്വഭാവത്തിനെ നിയന്ത്രിക്കാൻ അത് ആവശ്യമാണ് എന്നുള്ളതിൻ്റെ പേരിലാണ്. അത് ഒരു പക്ഷേ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടേക്കാം. കോടതി തന്നെ ആർട്ടിക്കിൾ 26 വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു മതസ്ഥാപനമാണല്ലോ, അപ്പോൾ പിന്നെ ആ മതസ്ഥാപനത്തിൽ എന്തിനാണ് ഇതര മതസ്ഥർ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ അത് വേണമെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ദർ ഈസ് എൻ ഔട്ട്സൈഡ് ചാൻസ് ഇത് റദ്ദ് ചെയ്യപ്പെടാനുള്ള, അല്ലെങ്കിൽ ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യണമെന്ന് പറയാനുള്ള ഒരു സാഹചര്യം പോലുമുണ്ട്. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് ഇത് മറ്റ് മതസ്ഥർക്ക് ഇതിൽ കാര്യമില്ല എന്ന രീതിയിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നിയമത്തിൽ കൂടുതൽ അമെൻമെന്റുകൾ ആവശ്യമായി വരും. അതായത് മറ്റേതൊരു സ്ഥാപനവും പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്ക് മാത്രം ഇതിന്റെ പ്രവർത്തനത്തിനെ പരിമിതപ്പെടുത്തുന്ന പുതിയ അമെൻമെന്റുകൾ ഉണ്ടായതിനു ശേഷം മാത്രമേ അതിനെ നേരിടാൻ കഴിയുകയുള്ളൂ. ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഭേദഗതിയിൽ എനിക്ക് ഡൗട്ടുള്ള ഒരേ ഒരു പോയിന്റ് ഇതാണ്. അതായത് ഓൾദോ ദർ ഈസ് എ റീസൺ, വാലിഡ് റീസൺ, ഈ മറ്റു മതസ്ഥരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള കാരണം ഇന്നതാണ് എന്ന് പറയുമ്പോൾ പോലും ആർട്ടിക്കിൾ 26 അനുസരിച്ച് വേണമെങ്കിൽ അവർക്ക് പറയാം ഞങ്ങളുടെ മതസ്ഥാപനമാണ്, മറ്റു മതസ്ഥാപനങ്ങളിൽ അതിന്റെ ബോർഡുകളിൽ ഇതേപോലെ ഇതര മതസ്ഥരില്ലല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കോടതി പരിഗണിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. എങ്കിൽ അതേ പർപ്പസ് തന്നെ വീണ്ടും കിട്ടുന്ന രീതിയിലത്തേക്ക് ഇവരുടെ ഈ അമിതാധികാരത്തിനെ വീണ്ടും ഇല്ലാതെയാക്കുന്ന രീതിയിലത്തേക്കുള്ള ഭാവി അമെൻമെന്റുകൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ പരിഹരിക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, ഇത് ബന്ധപ്പെട്ട് തന്നെയാണ്, അതായത് വഖഫിന്റെ സ്വത്തുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആകെയുള്ള സ്വത്തും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമ്പാരിസൺ പല ഘട്ടങ്ങളിലും നടന്നു കഴിഞ്ഞു.
ഈ സ്വത്ത് ശേഖരണം, അതായത് പല തരത്തിലുള്ള കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിരുന്നു. ഇവർക്ക് ഇതിന്റെ പ്രോപ്പർ ആയിട്ട് ഇതിന്റെ എത്ര കണ്ട് പ്രോപ്പർട്ടി ഇവർക്ക് ഉണ്ടെന്ന് അറിയില്ല, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാനേജ്മെന്റ് ഇവർക്കില്ല. പക്ഷെ എന്നാൽ പോലും എത്തരത്തിലുള്ള ഇതിനെ പ്രോപ്പർ ആയിട്ട് ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഇത് വേണം എന്ന ആവശ്യപ്പെടലുകൾ ധാരാളമായി കൂടിക്കൊണ്ട് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ നമ്മൾ എല്ലാ വിഷയങ്ങളിലെയും പോലെ തന്നെ സാധാരണക്കാരായ ആളുകളാണ് പെടുന്നത്. ഈ വഖഫ് സ്വത്തുക്കൾ, ഇത് സത്യത്തിൽ നമുക്കറിയാം ദൈവത്തിന് കൊടുക്കുക എന്നത് തന്നെയാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്നതും അതിനാൽ ഉണ്ടാവുന്ന കാര്യങ്ങളും എല്ലാം തന്നെ എടുക്കുന്നത് അതിന്റെ മതപുരോഹിതരുമായി ബന്ധപ്പെട്ടിട്ട് അവർ മാത്രമാണ്. ഇതൊരു കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണല്ലോ, ഒട്ടും സുതാര്യവുമല്ലാത്ത പല അവസ്ഥകളുമുണ്ട്. അപ്പം ഈ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളെ കുറിച്ചിട്ട് എന്താണ്, അതായത് ഈ അടിസ്ഥാനപരമായി ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശം വയ്ക്കുന്ന മൂന്നാമത്തെ എൻറ്റിറ്റിയാണ് വഖഫ് എന്ന രീതിയിലത്തേക്കുള്ള കണക്കുകൾ കണ്ടു. ഞാൻ ഏതോ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വായിച്ചത് ഡൽഹിയുടെ 70% വഖഫ് ക്ലെയിം ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്ന രീതിയിലാണ്. നമ്മുടെ നാട്ടിലുള്ള പല കോടതികൾ, ഹൈക്കോടതികളൊക്കെ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഭൂമിയിലേക്ക് വഖഫ് ക്ലെയിം വന്നിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും വഖഫ് പ്രോപ്പർട്ടിയിലാണ് എന്ന രീതിയിലത്തേക്കുള്ള ക്ലെയിം വന്നിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലെയിം അവിടെ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഇവരുടെ ക്ലെയിം ഉണ്ട് എങ്കിൽ പോലും, അവർ വഖഫായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഭൂമിയാണെങ്കിൽ പോലും എത്രത്തോളം അവരുടെ സ്വാധീനത്തിലും നിയന്ത്രണത്തിലും ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ ഈ മൊത്തത്തിലുള്ള കണക്കുമായിട്ട് ചേർന്ന് പോകുന്ന കണക്കായിരിക്കില്ല. ക്ലെയിം കൊടുത്തിരിക്കുന്ന കണക്കുണ്ടാകും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ താജ്മഹൽ ഇരിക്കുന്ന പ്രോപ്പർട്ടിയൊക്കെ തന്നെ വഖഫായിട്ട് ക്ലെയിം ചെയ്തിട്ടുള്ള ഭൂമിയാണ്. ഇപ്പോഴും ഒരുപക്ഷെ ആ ക്ലെയിമിൽ അത് ഉണ്ടായിരിക്കാം. പക്ഷേ അത് റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കൺട്രോളിലല്ല എന്ന് നമുക്കറിയാം. കോടതിയിൽ തന്നെ, സുപ്രീം കോടതിയിൽ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് പോകുന്ന സമയത്ത് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് വഖഫ് ബോർഡ് അവിടെ പോകുമ്പോൾ അന്ന് സുപ്രീം കോടതി ഇവരോട് തന്നെ ചോദിച്ച കാര്യം, അങ്ങനെയാണെങ്കിൽ അത് ഷാജഹാൻ വഖഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഷാജഹാൻ ഒപ്പിട്ട പേപ്പർ കൊണ്ടുവരണം എന്നാണ്. അങ്ങനെ ഒരു പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ക്ലെയിം അവിടെ വെച്ച് നിൽക്കുകയാണ്. പക്ഷേ ഓൺ പേപ്പർ ഒരു പക്ഷേ അതും ക്ലെയിം ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ആകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ടത്, ഇതൊക്കെ തന്നെ പണ്ടുണ്ടായിരുന്ന രാജാക്കന്മാർ, അതായത് മുഗൾ രാജാക്കന്മാർ ഉൾപ്പെടെയുള്ള മുസ്ലിം ഭരണാധികാരികൾ, ഇവർക്കൊക്കെ തന്നെ സ്വാധീനമുണ്ടായിരുന്ന മേഖലയിൽ, അതല്ല എങ്കിൽ അന്നുണ്ടായിരുന്ന വലിയ പ്രമാണിമാർ, ഇവരൊക്കെ തന്നെ താമസിച്ചിരുന്ന മേഖലയിലൊക്കെ തന്നെ ഇവർ ആർജിച്ചിരിക്കുന്ന സ്വത്ത് ഇഷ്ടം പോലെയുണ്ട്. അത്തരത്തിലുള്ള സ്വത്തുകളൊക്കെ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ചാരിറ്റബിൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം, അതല്ല എങ്കിൽ ഇത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നൊക്കെ ക്ലെയിം ചെയ്തിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതല്ല എങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് മറ്റുള്ള ആൾക്കാർക്ക് ദേ ഹാവ് എ റീസൺ ടു ബിലീവ്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി മുഴുവനും പറ്റും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈദരാബാദ് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് മൊത്തം വേണമെങ്കിൽ ക്ലെയിം ചെയ്തുകൂടെ? ഡൽഹി സുൽത്താനേറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ വ്യാപിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം ചെയ്യാൻ പറ്റും. ടിപ്പു സുൽത്താൻ ഭരിക്കുന്ന സമയം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കർണാടകത്തിന്റെ ഒരു വലിയ ഭാഗം, മൈസൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ക്ലെയിം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ ക്ലെയിം വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിന് കൃത്യമായ രേഖകൾ പോലും വേണ്ട എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ സുപ്രീം കോടതി തോന്നിയാൽ മതി, അയാൾക്ക് ഇത്ര വർഷം താമസിക്കുമ്പോൾ തോന്നി. അതിപ്പോ അത് വേറൊരു പ്രശ്നമുണ്ടല്ലോ ശ്രീജിത്ത, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം മുസ്ലിങ്ങൾക്ക് തന്നെ വിനയാവുകയാണല്ലോ. ഇപ്പം എനിക്ക് എന്റെ അച്ഛനോ അമ്മയോ അവരാൾ സമ്പാദിച്ച ഒരു പ്രോപ്പർട്ടി അനന്തരാവകാശപരമായി ഞാൻ അനുഭവിക്കേണ്ടതാണ്. പക്ഷെ എന്റെ അച്ഛൻ അത് വഖഫ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്റെ റൈറ്റ്സും കൂടെ വയലേറ്റ് ചെയ്യപ്പെടുകയല്ലേ? ആസ് എ മുസ്ലിം, ഞാനൊരു മുസ്ലിം ആണെങ്കിൽ അതും പ്രശ്നമാണല്ലോ. അല്ല, നിശ്ചയമായിട്ടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആത്യന്തികമായിട്ട് നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എവിടേക്കാണ് പോവുക? ഇത് ഒരു സിവിൽ റൈറ്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വത്ത് ശേഖരിക്കുന്നു, സ്വത്ത് സമ്പാദിക്കുന്നു, ഞാൻ ആ സ്വത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു, എൻ്റെ അടുത്ത തലമുറയ്ക്ക് ഞാൻ എങ്ങനെ കൊടുക്കുന്നു, ഞാനത് ദാനം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ദാനം ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാകണം എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്ന് വെച്ചാൽ ഭൂമി രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങളെ ക്രോഡീകരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിനാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറയുന്നത് നേരെ മറിച്ച്, ഒരു ചർച്ചിലെ ഏതെങ്കിലും ഒരു പുരോഹിതന്, ഒരു ബിഷപ്പിന്, ഒരു കർദിനാളിന് വന്നിട്ട് ദാ ഈ പ്രോപ്പർട്ടി എല്ലാം പള്ളിയുടേതാണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പൂജാരിക്കോ തന്ത്രിക്കോ വന്നിട്ട് ഇതെല്ലാം തന്നെ അമ്പലത്തിൻ്റെതാണ്, ദേവന്റെ സ്വത്താണ്, ദേവസ്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്യാനായിട്ട് കഴിയുമോ? ഇല്ല. എന്ന് വെച്ചാൽ ഇവർക്ക് മാത്രമായിട്ട് ഇത് സാധിക്കുന്ന രീതിയിലത്തേക്ക് അത് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു മതവിഭാഗത്തിന് മാത്രമായിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള നിയമം നിലനിൽക്കുന്നു. ഇതൊരു സിവിൽ നിയമമാണ്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ ക്രോഡീകരിക്കുകയും ഒന്നുകിൽ എല്ലാ മതവിഭാഗത്തിനും ഇതേ അവകാശം നൽകണം, അപ്പോൾ ഇവിടെ കലാപം ഉണ്ടാകും. അപ്പോൾ അതിന് പകരം വേണ്ടത് എന്താണ്? എല്ലാവരുടെയും ഒരേ രീതിയിലത്തേക്ക് പരിമിതപ്പെടുത്തുക. അതാണ് ഏക സിവിൽ കോഡ്.
സത്യം പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഈ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ വിൽ എങ്ങനെയായിരിക്കണം, ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രോപ്പർട്ടി ബെക്വീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവുകയും അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദി പ്രാക്ടീസ് ദാറ്റ് ദേ ഫോളോ, അത് ഏത് റിലീജിയസ് പ്രാക്ടീസ് ആണെങ്കിലും അതിനപ്പുറത്തേക്ക് ഇതിന് ഏകീകൃതമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ശില്പികൾ പോലും ഇത് നടപ്പാക്കാനായിട്ട് സർക്കാർ ശ്രമിക്കണം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ ഇന്നും അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിബേറ്റ് വരുന്ന സമയത്ത് അയ്യോ ഇത് ടാബു സബ്ജക്റ്റ് ആണ്, ഇത് മതവിദ്വേഷമാണ്, ഏതെങ്കിലും ഒരു മതത്തിനെ പരിമിതപ്പെടുത്തുന്നതാണ്, ഇത് നേരത്തെ പറഞ്ഞ പോലെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു, ഒരു അപരമത വിദ്വേഷം ജനിപ്പിക്കുന്നു എന്ന രീതിയിലത്തേക്ക് നമ്മൾ ഇപ്പോഴും കൊണ്ടുപോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മനുജ, ഈ വ്യക്തികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട്, അതായത് എൻ്റെ അവകാശമെന്ന് ഞാൻ പറയുന്നത് മറ്റൊരാളിൻ്റെ അവകാശ നിഷേധമായി മാറുകയല്ലേ. അവിടെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 അനുസരിച്ച് റൈറ്റ് ടു ലൈഫ് ഉണ്ട്. അപ്പം ഞാൻ അനാവശ്യമായിട്ടൊരു പ്രോപ്പർട്ടി എൻ്റേതാണ്, അത് എൻ്റെ ആർട്ടിക്കിൾ 26 ആണ് എന്ന് ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിരവധി രേഖകളുള്ള മനുഷ്യരുടെ ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് എങ്ങനെ നമുക്ക് അനുവദിക്കാനായിട്ട് സാധിക്കും? അപ്പം അങ്ങനെ നീതീകരിക്കാനാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം തന്നെ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവുകയും ഇതിനെല്ലാം തന്നെ മയപ്പെടുത്തുകയും ചെയ്ത് ടോൺ ഡൗൺ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും തുല്യാവകാശമുള്ള നിയമ സംവിധാനം വേണം. അപ്പം ന്യൂനപക്ഷങ്ങളുടെ റൈറ്റ്സും പ്രൊട്ടക്ട് ചെയ്യപ്പെടും. കാരണം ന്യൂനപക്ഷങ്ങൾ ഒരു പ്രദേശത്ത് 100 പേര് മാത്രമേ ഉള്ളൂ, ഭൂരിപക്ഷം 1 ലക്ഷം ഉണ്ടെങ്കിൽ പോലും ഈ നിയമം എല്ലാവർക്കും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. നമ്മുടെ രാജ്യം എന്തായാലും ഒരു ബംഗ്ലാദേശ് ആകാൻ പോകുന്നില്ല, ഒരു പാകിസ്ഥാൻ ആകാൻ പോകുന്നില്ല. ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും മോറോർലെസ് ഇത് ഇതേ രീതിയിൽ തന്നെ പോകുന്നതാണ്. അതിപ്പോൾ ഭരണഘടനയിൽ നമ്മൾ സെക്യുലർ ആണെന്ന് എഴുതാത്ത കാലത്തും ഇതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമാകേണ്ടുന്ന കാര്യമില്ല. പക്ഷേ നമുക്ക് കോടതികളുണ്ടല്ലോ നമ്മുടെ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത്. നിശ്ചയമായും അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നാണ് ആൾക്കാർ പ്രാക്ടിക്കൽ തലത്തിലേക്ക് ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നാടിന് എന്തുകൊണ്ട് അനിവാര്യമാകുന്നു എന്നതിനെ പറ്റി മനസ്സിലാക്കുന്നത്. ഇതിപ്പോൾ ഒരു മുളക് കടിച്ച അവസ്ഥയാണ്. നമ്മൾ ഈ മുളകിനെ പറ്റി ഇമാജിൻ ചെയ്യുന്നു, മുളകിന് എത്രത്തോളം എരി ഉണ്ടാവുമെന്ന് ഇമാജിൻ ചെയ്യുന്നതാണ് ഇതുവരെ ഈ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആ മുളക് കടിച്ചിരിക്കുക, അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എത്രത്തോളം എരിവുണ്ട്, ഇത് എത്ര സമയം കഴിഞ്ഞ് മാറും, എത്ര വെള്ളം കുടിക്കണം എന്നൊക്കെ നമ്മൾ ഇപ്പോഴാണ് ചിന്തിക്കുക. ഇതെല്ലാം തന്നെ ഒരുപക്ഷെ അങ്ങനെയുള്ള ചില നിയമനിർമ്മാണങ്ങളുടെ അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതല്ല എങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനിയിപ്പം വെറുതെ ഒന്നാലോചിച്ച് നോക്കുക, ഈ ബാർ ഓഫ് സിവിൽ കോഡ് എടുത്തും കളയുന്നു, ഏത് സിവിൽ കോടതിയിലും നിങ്ങൾക്ക് പോകാം എന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് കുറച്ചുകൂടെ ടോൺ ഡൗൺ ചെയ്യുന്നു വെച്ചു. പക്ഷേ എങ്കിലും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഒരു 40,000 കേസ് ഉണ്ടെങ്കിൽ നമ്മുടെ സിവിൽ കോടതികളിലേക്ക് 40,000 കേസുകൾ പോവല്ലേ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത് ഏതാണ്ട് 40,000-ഓളം കേസുകൾ വഖഫ് ട്രിബ്യൂണലുകളിൽ പെൻഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഈ 40,000 കേസുകൾ സിവിൽ കോടതികളിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റുള്ള കേസുകൾ റൺ ചെയ്യുന്നതിൻ്റെ ടൈമിനെ കൂടെ ബാധിക്കുന്നു. ഇനി അല്ലെങ്കിൽ പുതുതായിട്ടുള്ള കോടതികൾ ഇവിടെ ഉണ്ടാകേണ്ടുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള ജഡ്ജിമാരൊക്കെ എല്ലാ ദിവസവും വഖഫിന്റെ തീരുമാനം വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന രീതിയിലത്തേക്ക്, അതിൻ്റെ ഒരു ഗുമസ്തപ്പണി ചെയ്യുന്ന രീതിയിലത്തേക്ക് മാറേണ്ടതാണോ? അല്ല. ഇതിന് നമുക്ക് നിയമം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണ് എങ്കിൽ നമ്മൾ കുറേ ആൾക്കാരുടെ ബേർഡൻ ഒരേ സമയം എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ, ലീഗൽ സിസ്റ്റത്തിന്റെ ഉൾപ്പെടെയുള്ള ബേർഡൻ നമ്മൾ എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വൺ ഷോട്ടിൽ നമ്മൾ കുറേയധികം ആൾക്കാർക്ക് റിലീഫ് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ അതിന് വേണ്ടുന്നത് നിയമനിർമ്മാണമാണ്. ആ നിയമം നടപ്പാക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക് ഓർഡറിനെയോ ഹെൽത്തിനെയോ മൊറാലിറ്റിയോ ബാധിക്കുന്നില്ല എന്നും ഒരാൾക്കും ഒരു അപ്പർ ഹാൻഡ് നൽകുന്നില്ല എന്നും അത് ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രീണനത്തിലേക്ക് പോകുന്നില്ല എന്നും മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. അതിനിവിടെ സർക്കാരുണ്ട്, പാർലമെന്റ് ഉണ്ട്, കോടതികളുണ്ട്. അതിനപ്പുറത്തേക്ക് മറികടന്നുകൊണ്ട് ഇങ്ങനെ ഒരു നിയമം ഇത്രയും കാലമായിട്ട് നിലനിന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെയൊക്കെ തന്നെ ഞെട്ടിപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരുപക്ഷെ മുനമ്പം വന്നില്ലായിരുന്നെങ്കിൽ മലയാളികൾ ഇത് ചർച്ച ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും വളരെ വ്യക്തമായ പോയിന്റ് ആണത്. അല്ലേ, കേരളത്തിന് പുറത്ത് എത്രയോ പ്രോപ്പർട്ടികളിൽ ഇത് ക്ലെയിം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഉത്തരേന്ത്യയിലേക്കാണ് ഇത് കുറച്ചുകൂടി വ്യാപകമായ പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മള് ഇപ്പൊ ഈ ചർച്ചയിലടക്കം നമ്മൾ താജ്മഹലിൽ ക്ലെയിം വന്നു എന്ന് പറയുന്നതിന് നമ്മൾ ചിരിച്ചോണ്ടാ പറയുന്നത്. പക്ഷെ മുൻപ് നമുക്ക് ചിരിച്ചോണ്ട് പറയാൻ പറ്റൂ? നമ്മുടെ അടുത്തുകളെ നമ്മുടെ അയൽക്കാരാണ്. നമ്മൾ പത്രത്തിൽ ഇത് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഷാജഹാന്റെ ഒപ്പ് കൊണ്ടുവരാനും വേണ്ടിയിട്ട് കോടതി പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ചിരിക്കും. പക്ഷെ ഇത് ചിരിച്ച് മാത്രം തള്ളേണ്ടുന്ന ഒരു വിഷയമല്ല. അവിടെ അത് ആൾക്കാർ ഒക്യുപ്പൈ ചെയ്യുന്ന ലാൻഡ് അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ അത് ഒക്യുപ്പൈ ചെയ്യുന്ന ലാൻഡിലേക്ക് ഈ സാധനം വന്നു. അപ്പൊ നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടിത്തുടങ്ങി. അങ്ങനെ മുട്ടിത്തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യത്തിനെ ആദ്യം തന്നെ നമ്മൾ അതിനെ പരിഹരിക്കുക എന്ന് പറയുന്നത് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അതിന് രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത്. ആർക്കെങ്കിലും അതിൽ എതിർപ്പുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതിന് മതസംഘടനകൾ ഉൾപ്പെടെ ഒരു ഒറ്റ പേജിലേക്ക് വരിക എന്നുള്ളത് പ്രധാനമാണ്. ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ്.
നിശ്ചയമായും. കാരണം ഒരാളിന് ഒരു മൈനോറിറ്റി റൈറ്റ് ഹാം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ മൈനോറിറ്റിക്ക് അപ്പർ ഹാൻഡ് എല്ലായ്പ്പോഴും കിട്ടുക എന്നുള്ളതല്ല മൈനോറിറ്റി റൈറ്റ്സ്. നമ്മുടെ നാട്ടിൽ വന്നത് എന്താണ്? മൈനോറിറ്റി റൈറ്റ്സ് എൻഷുർ ചെയ്യുക എന്ന് പറയുന്നത് മൈനോറിറ്റി അപ്പീസ്മെന്റ് ആണ് എന്ന രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലെ ഭരണകർത്താക്കൾ പണ്ട് മുതൽ തന്നെ ധരിച്ചു വെച്ച് അങ്ങനെ നടപ്പാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. മറിച്ച് മൈനോറിറ്റി റൈറ്റ്സ് എവിടെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്? ഭൂരിപക്ഷത്തിലുള്ള ഒരാളിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതിലൊന്നുപോലും അണുവിട കുറയാതെ ന്യൂനപക്ഷത്തിലുള്ള ആളിനും നിങ്ങൾ എത്ര നമ്പറിൽ കുറവാണ് എങ്കിലും, ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം സ്വരാഷ്ട്രീയൻ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അങ്ങനെയുള്ള ആളിന് നമ്മുടെ ഭരണഘടന പറയുന്ന എല്ലാ അവകാശങ്ങളും ഉറപ്പിക്കാനായിട്ടുള്ള ഒരു നീതി നിർവഹണ സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രം മതി. അതിനപ്പുറത്തേക്ക് ഒരു റൈറ്റും നമ്മൾ ഒരാൾക്ക് കൊടുക്കേണ്ടതില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞതുപോലെ അമിതാധികാര പ്രവണത ചില സംഘങ്ങൾക്ക്, സംഘടനകൾക്ക്, മതത്തിന്, ആൾക്കാർക്ക് നൽകുന്ന രീതിയിലത്തേക്കുള്ള നിയമങ്ങൾ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് വേണ്ടത്. അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ദിവസം അതൊരു വെള്ളിയാഴ്ചയാണ് എന്നതുമായി ബന്ധപ്പെട്ട് അന്ന് വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ പാടില്ല, അത് വേണ്ട എന്ന് പറഞ്ഞ് കത്തയച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു സംവിധാനമാണ് നമ്മുടേത്. അപ്പൊ അത്രത്തോളം നമുക്ക് എല്ലാ സമയവും നമ്മൾ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ലല്ലോ. പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള സമയങ്ങളുണ്ട്. മറ്റ് സമയങ്ങളിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ, പിന്നെ വെള്ളിയാഴ്ച ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിരവധി ആൾക്കാർ വെള്ളിയാഴ്ച ജോലി ചെയ്യുന്ന പൊതു അവധി ദിവസമല്ലല്ലോ വെള്ളിയാഴ്ച. അവധി ദിവസമല്ല. അപ്പൊ അതുകൊണ്ട് അതിൽ പോലും നമ്മൾ ഇങ്ങനെ പറയുന്നു, അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അത് മൈനോറിറ്റി റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാകൂ എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യുക എന്നുള്ളത് ഈ മതസ്ഥാപനങ്ങളും സംഘടനകളും പാർട്ടികളും ആത്മീയ നേതാക്കളും ഒക്കെ തന്നെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയം കളിക്കുക എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വോട്ട് രാഷ്ട്രീയമാണ്. അടിസ്ഥാനപരമായി ഇത് ബെനിഫിഷ്യൽ ആവുന്നത് മുസ്ലിങ്ങൾക്ക് കൂടിയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്. അതിൽ എവിടെയൊക്കെയോ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അത് മറക്കുകയും മനഃപൂർവ്വം മറക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് ഒരു പ്രമേയം ഒന്നും നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സർക്കാർ നിലയിൽ അവർക്ക് പാസ്സാക്കാൻ പോലും സാധിക്കില്ല. എന്തായാലും ആധുനിക രാഷ്ട്രത്തിൽ ആധുനിക പൗരന്മാരാണ് നമ്മൾ. ഭരണഘടനയാണ് അവസാനത്തെ വാക്ക്. ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കുന്ന, അതുക്കും മേലെ നിൽക്കുന്ന ഒന്നിനെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവില്ല. കാര്യം അതിന് പല്ലും നഖവും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഭേദഗതി ആവശ്യമാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി ശ്രീ. താങ്ക് യു.